പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേരം ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ അവരുണ്ടാക്കുന്ന നാച്ചുറലായിട്ടുള്ള ലിപ് ബാമാണ്. പ്ലസൻ്റ് ആയിട്ട് കുറച്ചൊരു അപ്പിയറൻസ് തരും നമുക്ക്. രാസ്നാദി ചൂർണ്ണം കുളി കഴിഞ്ഞിട്ട് നെറുകയിലിടും. അപ്പം എനിക്ക് നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറവാണ്. ഭയങ്കര ഭക്തിസാന്ദ്രമാണ് ഇവിടെ എപ്പോഴും. എൻ്റെ ഹെയർ ഓയിലാണ് ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ. അല്ല, ഇത് കുന്തളകാന്തിയാണ്, കുന്തളകാന്തി. ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റൂം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്. ആദ്യം ഈ തലേണയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ബെഡ്ഷീറ്റ് വിരിക്കണം. ഇത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് ഇന്ന് സിനിമയ്ക്ക് പോകാൻ. ദൃശ്യം 3 ഞാനും ഇതിനൊരു വട്ടം പോയി കണ്ടതാണ്. പടം അടിപൊളി പടം, സൂപ്പർ പടം. ലാലേട്ടൻ്റെ പടം ആയതുകൊണ്ട് കുടുംബസമേതം പോയി കളയാം എന്ന് വിചാരിച്ച് ഞാനും മിഥുനും എൻ്റെ അച്ഛൻ, മിഥുൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ അമ്മ, പിന്നെ 2 കസിൻസ്, പിന്നെ 2 ചെറിയ മക്കൾ. അത് മിഥുൻ്റെ പാപ്പൻ്റെ 2 മക്കൾ. അച്ഛനും അമ്മയും വരും. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കും. ഇതാണ് ടാസ്ക്. ഇതെവിടെ പോയിട്ട് ഇതിനൊരു അറ്റം കിട്ടുന്നില്ലല്ലോ ഈശ്വര. ഞാൻ രാവിലെ കുളിച്ചിരിക്കുന്നുണ്ട്, അമ്മ വരുന്നു പറഞ്ഞുകൊണ്ട് ഭയങ്കര ഹാപ്പി. 1 മണിയുടെ ഷോ ആകുമ്പം ഒരു 4 മണിയാകുമ്പോൾ നമ്മൾ കഴിയും. ഭക്ഷണം കഴിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു 7 മണിയാവും. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം, കൊതു ഒന്നിങ്ങോട്ട് വരുമോ? ഇതെങ്ങനെയാണ് അവര് ചുരുട്ടിയിട്ട്? ആ എന്തമ്മാ, 5 മിനിറ്റ് കുറച്ച് ജനൽ തുറന്നിട്ട് വാ. നല്ല പോസിറ്റീവ് എനർജി വരും. അവര് വന്നിട്ട് ഡ്രസ്സ് മാറ്റിയാ പോരാ? വന്നിരുന്നിട്ടൊക്കെ മാറ്റിയാ പോരാ? അയ്യോ, ഇതിന്റെ അടിയിലുള്ള സാധനം ഇവിടെ ഞങ്ങളെ വരമാല പ്രിസർവ് ചെയ്യാൻ വേണ്ടിട്ട്, ഉണക്കാൻ വേണ്ടി ഹെർബേറിയം ഷീറ്റ് പോലെ ഇത് ഉണക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ബാക്കി പരിപാടി എന്താണെന്ന് എനിക്ക് പിടുത്തമില്ല. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതെനിക്കൊന്ന് 1 മാസമായി. പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേരം ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ സെറ്റാക്കണം. അപ്പം സെൽഫായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. എനിക്ക് ആകെ ഒരു ഹെർബേറി ഒട്ടിച്ചൊരു പരിചയം മാത്രമേ ഉള്ളൂ. പിന്നെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കണം. അതിനുള്ളൊരു ഓപ്ഷൻ ഒന്നും നോക്കിയിട്ടില്ല ഇതുവരെ. കേറാനാ അമ്മ? ഇതെങ്ങനെയാ ആക്കല്? ഒറ്റയ്ക്കാക്കലാ? ഇത് പോയി. ഓക്കെ, സെറ്റ്. ഇനി അടുത്തത്, ഈ ഒരു സ്റ്റാൻഡ് എനിക്ക് മിഥുൻ്റെ അച്ഛൻ വാങ്ങിച്ചു തന്നതാണ്. വള വയ്ക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഓൺലൈനായിട്ട് ഓർഡർ വാങ്ങിച്ചു തന്നത് ആണ്. ഞാൻ അവന് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്ത ഇതിൻ്റെ ഡോറൊക്കെ തുറക്കാൻ പറ്റും. എന്തൊക്കെയോ ഉണ്ട് അതിന്. ഹലോ, സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഡിക്കിയൊക്കെ തുറക്കാൻ പറ്റും. അതാ, ഡോറൊക്കെ തുറക്കാൻ പറ്റും. ഒന്ന് നീറ്റാക്കി കുറച്ചെങ്കിലും, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മേനോട് വഴക്ക് വെക്കും. അതാണ് പ്രശ്നം. ഒരു മിഠായി കുറേ ദിവസമായി അവൻ ഇവിടെ വെച്ചിട്ട്. ഇനി ഇത് കഴിക്കാനുണ്ടല്ലോ എന്നൊരു പ്രതീക്ഷ ഒക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞു. മാൻഡേറ്ററി മേക്കപ്പ് സാധനങ്ങൾ മാത്രം. പിന്നെ ഐ ഡ്രോപ്സ്. നമ്മുടെ വർക്ക് ലൈഫ് മുന്നോട്ട് പോകുന്നത് പോലും ഐ ഡ്രോപ്സ് ഉള്ളതുകൊണ്ടാണ്. വിത്തൗട്ട് ദിസ് വി കനോട്ട് സർവൈവ്. പിന്നെ ലിപ് ബാം. ഇത് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ അവരുണ്ടാക്കുന്ന നാച്ചുറലായിട്ടുള്ള ലിപ് ബാമാണ്. ലിപ് ബാമായിട്ടും ലിപ്സ്റ്റിക് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ലിപ് ബാമാണ്. നല്ല കളറാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം. ഒരു പ്ലസൻ്റ് ആയിട്ട് കുറച്ചൊരു അപ്പിയറൻസ് തരും നമുക്ക്, നമ്മുടെ ഫേസിനും. അപ്പം ഇത് ഞാൻ കല്യാണത്തിൻ്റെ സമയത്ത് വേണമെന്ന് വാശി പിടിച്ച് അവനെ കൊണ്ട് വാങ്ങിപ്പിച്ച്, നമ്മുടെ കല്യാണത്തിൻ്റെ പെട്ടി ഉണ്ടാവില്ലേ, കല്യാണത്തിന് സാരിയൊക്കെ കൊണ്ടുവരുന്ന പെട്ടീൻ്റെ അകത്ത് മേക്കപ്പ് ഐറ്റം ഇടുന്നതിന് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ അവനെ കൊണ്ട് ഇടിപ്പിച്ചതാണ് ഇത്. സ്പ്രേ ഹിസ്സ, നല്ല സ്മെല്ലാണ്. ഞാൻ ഇവിടെ വരുമ്പം അടിക്കും. നെയിൽ കട്ടർ ആക്ച്വലി ഇതെൻ്റെ ബാഗിൽ ഞാൻ എപ്പോഴും ക്യാരി ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇത് ഞാൻ ഇവിടെ വന്ന് ക്യൂട്ടക്സ് ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്ത് നഖം മുറിച്ചപ്പം വന്നതാണ്. ഇതെൻ്റെ ബാഗിൽ ഓൾ ടൈം ഉണ്ടാവുന്നൊരു ഐറ്റമാണ്. ബാക്കി അത്യാവശ്യം വേണ്ട അൽക്കുലത്ത് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഫോട്ടോസ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വോള് ഡ്രിൽ ചെയ്തിട്ട് വേണം നമുക്ക് ഫോട്ടോസ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ ചെയ്യാനുണ്ട്. ഇത് പിന്നെ നമ്മുടെ രാസ്നാദി ചൂർണം കുളി കഴിഞ്ഞിട്ട്
നെറുകയിലിടും. അപ്പം എനിക്ക് നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറവാണ്. മുൻകൂട്ടി അറിയാൻ പറ്റുമല്ലോ, നമ്മൾ ഇന്ന് വെയിലത്തിലേക്കാണ് പോകുന്നത്, വെയിലിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഇതങ്ങ് ഇട്ട് വെക്കും. ഇനി മഴ നനയാൻ പോവുകയാണെങ്കിൽ പോലും മഴയത്ത് ഇറങ്ങുമ്പം ഞാൻ ഇതിടും. കാരണം എനിക്ക് മഴയിൽ വെള്ളം നനഞ്ഞാൽ ചിലപ്പോൾ പനി വരും. അപ്പോൾ പനി വരാതിരിക്കാൻ ഞാൻ ലാസ്റ്റിന് അത് ഇടും. അപ്പോൾ ഞാനെല്ലാം ഒരു പ്രിക്കോഷനായിട്ട് ഞാനിത് എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടായിരുന്നതാണ്. ടിഷ്യൂവും കാറും ഇത് കത്തും. ഇതിങ്ങനെ നമ്മൾ കത്തിച്ച് വെക്കാറുണ്ട്. ഇത് പോയോ? ഇത് ബാറ്ററി ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ഈ സൈഡ് ഇതെനിക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസ് ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ച ഡ്രസ്സസ് ആണ്. ഇതിനകത്തേക്ക് കുറച്ചും കൂടി ഐറ്റംസ് വരും. ലാപ്പാണ്, ബാഗ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഹെയർ ഓയിലാണ്, ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ. അല്ല, ഇത് കുന്തളകാന്തിയാണ്, കുന്തളകാന്തി. ചെമ്പരത്തിയാതിയാണ് ഞാൻ അവിടെ റൂമിൽ വെച്ചിട്ടുള്ളത്. പൊടിയൊന്നും ഇല്ല ഇവിടെ, ഒക്കെ നീറ്റാക്കി വെച്ചോളും അമ്മ എപ്പോഴും. എന്തെങ്കിലും ഭയങ്കര തിരക്കുണ്ടെങ്കിൽ 4 മണിക്ക് എണീക്കും, അല്ലാച്ചാൽ 5 മണിക്ക് എണീക്കും. പ്രാർത്ഥനയാണ് ഇവിടെ മെയിൻ. ഫുൾ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് പ്രാർത്ഥിക്കും. വിചാരിക്കുക ഒരു 5 മിനിറ്റ് പ്രാർത്ഥന, അങ്ങനെയല്ല, ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും. ജപിക്കും, മന്ത്രങ്ങൾ ചൊല്ലും, ഭയങ്കര ഭക്തിസാന്ദ്രമാണ് ഇവിടെ എപ്പോഴും. ഇനി നമുക്ക് അടിച്ചു വാരാം. ഒരുവിധം സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. മുടിയാണ് ഇവിടുത്തെ മെയിൻ കൾപ്രിറ്റ്. കുറച്ച് വെള്ളം കുടിക്കും. ഇനി അവർ വന്നിട്ട് വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അമ്മേനെയും കൂടി അനിയനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പം ഞങ്ങൾക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു. മത്തി മുളകിട്ട് എൻ്റെ ജീവൻ്റെ ജീവനായത് കാരണം അമ്മ മത്തി മുളകിട്ടതും പിന്നെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ട് കാഷ്യൂനട്ടൊക്കെ അരച്ചത് ആ കളറിലുള്ള ഒരു ഇഷ്ടുകറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബോണ്ട, പഴംപൊരി തുടങ്ങിയ ടീ സ്നാക്സ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് അദ്വയ, നമ്മുടെ പാപ്പൻ്റെ മോളാണ്. 1 മണിയുടെ ഷോ ആണ്. ഇപ്പോൾ കറക്റ്റ് 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1 മണിയാകുമ്പോഴത്തേക്ക് കോഴിക്കോട് എത്തണം. 1 അവർ ട്രാവൽ ഉണ്ടാവും. പോകുന്ന വഴിക്ക് അടിപിടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ബസ് കയറി മാവൂർ റോഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോയ്ക്കാണ്. അപ്പൊ പെട്ടെന്ന് കറക്റ്റ് ടൈമിന് നമുക്ക് എത്താൻ പറ്റി. കോഴിക്കോട് കൊറോണേഷൻ തിയേറ്ററിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പടത്തിനെ പറ്റിയിട്ട് ആർക്കും എതിരഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത് ലാലേട്ടനായതുകൊണ്ട് വേറെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ കുബാബയിൽ പോയിട്ട് കുഴിമന്തി കഴിക്കാന്നുള്ള പ്ലാൻ ആയിരുന്നു. കൊറോണേഷനിൽ വന്നിട്ടുള്ള മിക്കവാറും ആൾക്കാർക്കും സെയിം പ്ലാൻ തന്നെ ആയത് കാരണം നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, കാരണം ബൾക്ക് ഓർഡർ ആയത് കാരണം പിന്നെ ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരുന്നു. ക്ഷമ പോയി നിൽക്കുന്ന ഗോതോ കുബാബയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റാണ് അവരുടെ ഡൈനാമൈറ്റ് മന്തി. ഭയങ്കര ഫേമസ് ആ. ഞങ്ങൾ ഇൻ ടോട്ടൽ 10 പേരുണ്ടായിരുന്നു. എൻ്റെ അമ്മ നോൺ വെജ് കഴിക്കില്ല. അപ്പം അമ്മയ്ക്ക് ഒരു പിസ്ത ഹണി കേക്കും പിന്നെ പൈനാപ്പിൾ ജ്യൂസും വാങ്ങിച്ചു. അച്ഛന് ബീഫ് മന്തി ആയിരുന്നു വേണ്ടിയിരുന്നത്. ബാക്കി 4 പേർക്ക് വേണ്ടിയിട്ട് ഡൈനാമൈറ്റ് മന്തിയും 4 പേർക്ക് വേണ്ടിയിട്ട് നോർമൽ പെരി പെരി മന്തിയും വാങ്ങി. നേതി മന്തിനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്നതല്ലേ കുബാബത്തെ മന്തി എന്ന് ഞാനിങ്ങനെ ഒരു നിമിഷം ചിന്തിക്കേണ്ടായി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ടുഗെദർ ആവുമ്പം കൂടുതലായിട്ട് ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടുമല്ലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കുബാബത്തെ ഡൈനാമൈറ്റ് കഴിക്കുന്നത്. ആ ഒരു സന്തോഷത്തിൽ പറയുന്നതാണ്. നേതി മന്തിയും അടിപൊളി തന്നെയാണ് കേട്ടോ. ടേസ്റ്റ് കൂടുതലായതുകൊണ്ടും വിശപ്പ് കൂടുതലായതുകൊണ്ടും പെട്ടെന്ന് തന്നെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും നല്ലൊരു മഴ പെയ്തു തോർന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് ബസ് കയറ്റി വിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ബാക്കിയുള്ളത് കൊണ്ട് നമ്മൾ ആ പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങി. സിൽക്ക് മന്ദിറിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. ഏത് ചുരിദാർ എടുക്കുമ്പോഴും ഞാൻ ഫസ്റ്റ് അതിൻ്റെ കഴുത്തിൻ്റെ ഡിസൈനാണ് നോക്കുന്നത്. ഈ ചുരിദാർ പിടിച്ചുകൊണ്ടേ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ജീൻസിൻ്റെ ടോപ്പ് എടുത്താൽ മതിയാവുമല്ലോ. എങ്കിലും 1-2 ചുരിദാറും കൂടെ ഞാൻ വെറുതെ ചുമ്മാ ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ക്രോപ്പ് ടോപ്പിന്റെ സെഷനിൽ പോയപ്പം എനിക്ക് മനസ്സിനെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള വലിയ ഭംഗിയുള്ള ടോപ്പുകളൊന്നും എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ ഒരു ഐറ്റം കാണുന്നത്. ഇതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. ഇത് ഞാൻ അങ്ങ് ഫിക്സ് ആക്കിയെങ്കിലും പിന്നീട് ഞാൻ അതിനെ ഏത് പാന്റ് ഇടും എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലേക്ക് വന്നു. അങ്ങനെ ടോപ്പ് മാറ്റിയിട്ട് വീണ്ടും ചുരിദാർ തന്നെ നോക്കാന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഞാൻ എത്തി. ഈ ഒരു മഞ്ഞ ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള നെക്ക് കിട്ടി. വീനെക്കാണ് എൻ്റെ ഫേവറേറ്റ്, അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓവർ അൽക്കുലത്ത് ഡിസൈനുകളൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഇടുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ കിട്ടുന്നൊരു ടോപ്പാണ്. അതിൻ്റെ ഷോളും അത്യാവശ്യം കുഴപ്പമില്ലാത്തത് കാരണം ഞാൻ അത് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നന്നായിട്ട് ഇരുട്ട് നല്ല പോലെ വന്നിട്ടുണ്ടായിരുന്നു. മഴയൊന്നും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് മന്തി കഴിച്ചത് കൊണ്ടും അതിനുശേഷം നമ്മൾ മൊത്തത്തിൽ ഈ സെലക്ഷൻ പ്രോസസ്സിലേക്കൊക്കെ കയറിയത് കാരണം ബോഡി നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ലൈൻ കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ലൈൻ കടയിൽ കയറി. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ഒരു ഡേ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി.